60 വർഷം തുടർന്നു എന്ന് എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ പറയുന്ന കുർബാനക്രമം, ആ പറയുന്ന 60 വർഷത്തെ ചരിത്രം അത് അനുസരണക്കേടിന്റെ ചരിത്രമാണ്. 1962 ജൂലൈ 3-ന് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനക്രമം റോം പുനരുദ്ധീകരിച്ച് ഈ സഭയിൽ നടപ്പിൽ വരുത്തി. അത് മദ്ബഹ അഭിമുഖ ക്രമമായിരുന്നു. എറണാകുളം അതിരൂപതയിൽ ഇന്ന് ജനാഭിമുഖ കുർബാനക്രമം എന്നറിയപ്പെടുന്ന ക്രമം 1968 ഓഗസ്റ്റ് 15 മുതൽ 2 വർഷത്തേക്ക് മാത്രം റോം അനുവദിച്ച ക്രമം. 1970 ഓഗസ്റ്റ് 14-ന് അവസാനിക്കേണ്ട ക്രമമായിരുന്നു അത്. പ്രസ്തുത ക്രമം പല കാരണങ്ങളും പറഞ്ഞ് അന്ന് എറണാകുളം അതിരൂപതയിലെ പാറേക്കാട്ടിൽ മെത്രാൻ നീട്ടിക്കൊണ്ടുപോയി. 1970 ഓഗസ്റ്റ് 14-ന് ശേഷം എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ 1962 ക്രമം പിന്തുടർന്നിരുന്നുവെങ്കിൽ 1970 ഓഗസ്റ്റ് 14-ന് ഇന്ന് ജനാഭിമുഖ ക്രമം എന്നറിയപ്പെടുന്ന ഈ ചരിത്രം ഈ സഭയിൽ അവസാനിച്ചേനെ. അവസാനം ഈ പറഞ്ഞ മെത്രാന്റെ രാജി റോം 1984 ഏപ്രിൽ 1-ന് വാങ്ങി. 1986 ഫെബ്രുവരി 8-ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വന്ന് സീറോ മലബാർ സഭയുടെ പരിഷ്കരിച്ച വിശുദ്ധ കുർബാനക്രമം അർപ്പിച്ചു തുടക്കം കുറിച്ചു. അതും എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ പിന്തുടർന്നിരുന്നുവെങ്കിൽ അന്ന് ജനാഭിമുഖ ക്രമത്തിന്റെ ചരിത്രം ഈ സഭയിൽ അവസാനിച്ചേനെ. 1999 ഈ സഭാ സിനഡ് മദ്ബഹ അഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെയും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ 50:50 ക്രമം അംഗീകരിച്ചു. വിശുദ്ധ കുർബാനയുടെയും കൂദാശ ഭാഗം മദ്ബഹയുടെ അഭിമുഖമായും വിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗം ജനാഭിമുഖമായും പിന്തുടരുന്ന രീതി, അതും എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ പിന്തുടർന്നിരുന്നുവെങ്കിൽ അന്ന് ജനാഭിമുഖ ക്രമത്തിന്റെ ചരിത്രം ഈ സഭയിൽ എന്നേ അവസാനിച്ചേനെ. മാർപ്പാപ്പ 2021 ജൂലൈ 3 രേഖ അടിസ്ഥാനത്തിലും 1999 ഈ സഭാ സിനഡ് തീരുമാനം അടിസ്ഥാനത്തിലും സീറോ മലബാർ സഭയോട് വിശുദ്ധ കുർബാന ഏകീകരണത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അതും എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ പിന്തുടർന്നുമില്ല. അനുസരണം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നേ തീരേണ്ടതാണ് എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനയുടെ ചരിത്രം. 1970 ഓഗസ്റ്റ് 14-ന്, 1986 ഫെബ്രുവരി 8, 1999, 2021 ജൂലൈ 3 ഒന്നും അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇവർ പറയുന്ന 60 വർഷത്തെ ചരിത്രം അത് അനുസരണക്കേടിന്റെ ചരിത്രമാണ്. ഇവർ അനുസരിക്കില്ല. ഇവരുടെ 2024 മെയ് 1-ലെ കലൂർ സമ്മേളന തീരുമാനം ഉൾപ്പെടെ സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നതാണ്. എല്ലാവരും അതിനവരെ പ്രേരിപ്പിച്ച് പുറത്തേക്ക് പോകാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഈ പ്രതിസന്ധി അവസാനിക്കുകയുള്ളൂ.